തമിഴ്നാട്ടിൽ ഭരണപരമായും രാഷ്ട്രീയപരമായും നിർണായക നീക്കങ്ങളുമായി മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സംസ്ഥാനത്തെ സർക്കാർ ബസ് സർവീസുകളിൽ ഘട്ടം ഘട്ടമായി കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാവിയിൽ കൂടുതൽ എയർ കണ്ടീഷൻഡ് ബസ്സുകൾ നിരത്തിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിവൻ അറിയിച്ചു. സേലത്ത് നടന്ന സർക്കാർ പരിപാടിക്കിടെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും മികച്ച ബസ് സർവീസ് എത്തിക്കാമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ സർക്കാർ ബസ്സിൽ യാത്ര നടത്തിയ വിജയ് യാത്രക്കാരുമായും ജീവനക്കാരുമായി നേരിട്ട് സംവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊതുഗതാഗതം കൂടുതൽ ആധുനികവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ ആഴ്ച 127.21 കോടി രൂപ ചെലവിൽ വാങ്ങിയ 300 പുതിയ സർക്കാർ ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ഇതിൽ 164 ഡീസൽ ബസ്സുകളും 130 CNG ബസ്സുകളുമാണ് ഉൾപ്പെടുന്നത്. അതേസമയം ജൂലൈ 1 മുഖ്യമന്ത്രി വിജയ് വിളിച്ചിരിക്കുന്ന രാഷ്ട്രീയ യോഗമാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങൾ വിലയിരുത്തുന്നതിനും വിവിധ കക്ഷികളുമായി സഹകരണം ശക്തമാക്കുന്നതിനുമാണ് ഈ യോഗം വിളിച്ചു ചേർത്തതെന്നാണ് റിപ്പോർട്ട്. VCK, ADMK, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചെറുകക്ഷി നേതാക്കളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. തമിഴ്നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ, രാഷ്ട്രീയ സഹകരണം, ഭരണപരിഷ്കാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. അടുത്തിടെ ADMK, DMK സഖ്യമിട്ട സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. ഈ പാർട്ടികൾ ഭാവിയിൽ വിജയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുമായി കൂടുതൽ അടുക്കുമോ എന്നുള്ളതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം സർക്കാർ ജനക്ഷേമ പദ്ധതികൾ, അഴിമതി വിരുദ്ധ നടപടികൾ, സ്ത്രീകൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന സന്ദേശവും വിജയ് സർക്കാർ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ജൂലൈ 1 ഈ രാഷ്ട്രീയ കൂടിക്കാഴ്ച തമിഴ്നാട്ടിലെ സഖ്യ സമവാക്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.